നാരായണേട്ടൻ സംബന്ധിച്ചിടത്തോളം സംഘത്തിന്റെ പ്രവർത്തകനാണ്, സ്വയംസേവനാണ്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങാൻ ആരുമില്ല. ഇതാണ് നെറേറ്റീവ്. എന്നിട്ട് ഏറ്റുവാങ്ങിയത് ആരാ? ഇർഫാന എന്നൊരു കൗൺസിലർ അല്ലെ, ജില്ലാ പഞ്ചായത്ത് അംഗം വന്ന് ഏറ്റുവാങ്ങുകയാണ്. എന്നിട്ട് ചിതിയൊക്കെ ഒരുക്കി നമ്മുടെ ഹൈന്ദവാചാര പ്രകാരം ആ ചിതിയൊക്കെ ഒരുക്കി കൊടുത്തു. ഒന്ന് ആലോചിച്ചു, ആ ഫോട്ടോയിൽ തൊട്ടടുത്തിരിക്കുന്ന രഘുവേട്ടൻ സേവാഭാരതിയുടെ ചുമതലയുള്ള ആൾ തൊട്ടടുത്തിരിപ്പുണ്ട്. സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ആ ഭൗതികദേഹം കൊണ്ടുവന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് ഇതൊന്ന് ക്രോസ് ചെക്ക്. ഓക്കെ. അതായത് സേവാഭാരതിയുടെ ആംബുലൻസിലാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞത്. RSSകാരുടെ ആംബുലൻസിലാണ് നമ്മുടെ നാരായണേട്ടനെ കൊണ്ടുപോയത് എന്നാണ് ജനൻ TV പറഞ്ഞത്. എന്നാൽ അതിന്റെ സത്യാവസ്ഥ ഞെട്ടിക്കുന്ന ഫോൺ സംഭാഷണം. ഇപ്പോ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, ലാഗ് അടിപ്പിക്കുന്നതല്ല. അതായത് ജനൻ TV പറഞ്ഞത് ഈ പറയുന്ന RSSകാരുടെ സേവാഭാരതിയുടെ ആംബുലൻസിലാണ് നാരായണേട്ടനെ കൊണ്ടുപോയത്. അവിടെ എല്ലാം ചെയ്തത് നാരായണേട്ടനെ എല്ലാം ചെയ്തത് RSSകാരാണ്. ആ മുസ്ലിം സ്ത്രീ വെറുതെ വന്ന് അവിടെ ഇരുന്നത് എന്നാണ് ജനൻ TV പറഞ്ഞത്. എന്നാൽ അത് എവിടത്തെ ആംബുലൻസ് ആണ്, ആംബുലൻസിന്റെ ഓണർ ആരെന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു ഫോൺ സംഭാഷണം ഞാൻ ഇപ്പൊ വെച്ചു തരാം. പൊന്നു മനുഷ്യന്മാരെ, ജനൻ TV കൊടുത്ത ഈ പക്ക കള്ളവാർത്ത നാലാളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മേലിൽ ഇവറ്റകൾ ഇങ്ങനെയുള്ള പച്ചക്കള്ള വാർത്ത കൊടുക്കരുത്. ഞെട്ടിക്കുന്ന ആ ഒരു ഫോൺ സംഭാഷണം വെച്ചു തരുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ്. അൻസാരി സുഹരി ഉസ്താദിനെ കുറിച്ചിട്ട് ഈ ബൈജു എന്ന വൃത്തികെട്ടവൻ പറയുകയാണ്. അതായത് അൻസാരി സുഹരി ഉസ്താദ് ഹിന്ദു പെൺകുട്ടികളുടെ വീഡിയോ കണ്ടിട്ട് സ്വയംഭോഗം ചെയ്യുന്നുണ്ട്. അൻസാരി സുഹരി ഉസ്താദ് വളരെ വളരെ വൃത്തികെട്ടവനാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ബൈജു രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ബൈജുവിന് ഞാൻ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അതും കൂടി കേൾക്കണം. ഓക്കെ, നമുക്ക് ജനൻ TV കൊടുത്ത പക്ക ഫേക്ക് വാർത്തയുടെ ആ ഒരു ഫോൺ സംഭാഷണം വീണ്ടും പറയുന്നു. അവർ പറഞ്ഞത് RSSകാരുടെ ആംബുലൻസിലാണ് നാരായണേട്ടനെ കൊണ്ടുപോയത് എന്ന്. എന്നാൽ ഈ ഒരു ഫോൺ സംഭാഷണം നിങ്ങൾ കേൾക്കണം. 9847472244. ഹലോ, നമസ്കാരം. കാസർകോട്ടെ ആംബുലൻസ് ആണോ? കാസർഗോഡല്ല, അത് കോഴിക്കോട്. ക്ഷമിക്കണം, സഫാസ് എന്നുള്ളൊരു ആംബുലൻസ് അല്ലേ? അതെ. മാഡം, ഇത് ഏത് ഓർഗനൈസേഷന്റെ ആംബുലൻസ് ആണ്? ഇത് സ്വന്തം വണ്ടി, പ്രൈവറ്റാ. അതായത് മറ്റേ ഷെയ്ഖ് സായിദിന്റെയോ സേവാഭാരതിയുടെയോ അങ്ങനെ ആരുടെങ്കിലും ആണോ? അല്ല. ഇത് ആരുടെ? ഇത് ഓണർ ആരാ? അഷ്റഫ് എന്നൊരാൾ. നമ്മുടെ നാരായണൻ എന്ന് പറഞ്ഞ ഒരാൾ ഇന്നലെ മരിച്ചില്ലേ, അതിനെ ഈ വണ്ടിയിലല്ലേ കൊണ്ടുപോയത്? ഇവിടെ കാസർഗോഡ് കൊണ്ടുപോയത്. അതെ. ഈ വണ്ടിയിൽ തന്നല്ലേ? അതെ. ഇതിന് സേവാഭാരതിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, സ്വന്തം വണ്ടി. അത് സ്വന്തം വണ്ടി അല്ലേ? താങ്ക് യു മാഡം, താങ്ക് യു. എന്നിട്ട് അപ്പൊ ഈ നമ്പർ ഞാൻ രാത്രിയാണ് വിളിച്ചത്. കുറച്ച് കഴിഞ്ഞ് അവര് തിരിച്ചു വിളിച്ചു. അതിന്റെ ആള് റഫീഖ് എന്നാണ് പേര്. പുള്ളി തിരിച്ചു വിളിച്ചു. ഞാൻ താങ്കളുടെ ഈ ആംബുലൻസിലല്ലേ മറ്റേ നാരായണനെ കൊണ്ടുപോയത്? ഈ സ്വകാര്യ ആംബുലൻസ് ആണോ ഇത്? അതെ. ഇത് നമ്മുടെ സേവാഭാരതി ആംബുലൻസ് അങ്ങനെ എന്തെങ്കിലും ആണോ? താങ്കളുടെ ഒറ്റ ആംബുലൻസ് അല്ലേ? ഞാൻ എനിക്ക് സ്റ്റോറി. എന്റെ പേര് രാഹുൽ ഈശ്വർ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. സന്തോഷം സാറിന്. അപ്പൊ ഞാനത് ഒന്ന് വെരിഫൈ ചെയ്യാൻ വിളിച്ചതാ. താങ്ക് യു സോ മച്ച്. ഓക്കെ. സഫാഫ് എന്നല്ലേ എഴുതിയിരിക്കുന്നത്? എന്തായി സഫാഫ്? സഫാഫ് എന്ന് പറഞ്ഞാല് പിന്നെ ഓണറുടെ പേരും ഓണറുടെ വൈഫിന്റെ പേരും 3 പിള്ളേരെ പേരും കൂടി ലെറ്റർ വെച്ചിട്ട്. ഓ, അങ്ങനെയാണ് സഫാഫ് ലെറ്റർ അല്ലേ? ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ. അതായത് നമ്മുടെ നാരായണേട്ടനെ കൊണ്ടുപോയ ആംബുലൻസിന്റെ പേരെന്താണ്? ഈ പറഞ്ഞ അഷ്റഫിന്റെ ആംബുലൻസ് ആണ്. അവർ പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ RSSകാരുടെ ആംബുലൻസ് ആണ്, സേവാഭാരതിയുടെ ആംബുലൻസ് ആണ്. നാണമില്ല ജനൻ TVയെ ഇങ്ങനെയുള്ള പക്ക ഫേക്ക് വാർത്ത കൊടുക്കാൻ? ഈ വാർത്ത കൊടുത്തത് മറുനാടനാണെങ്കിലോ ആരിഫ് ഹുസൈൻ ആണെങ്കിലോ ആ കള്ളൻ ഫസൽ കരാട്ടാണെങ്കിലും നമുക്ക് പോട്ടേന്ന് വെക്കാം. ഇതൊരു മുഖ്യധാര മാധ്യമങ്ങളായ ജനൻ TV ആണ് ഇങ്ങനെയുള്ള ഫേക്ക് വാർത്ത കൊടുക്കുന്നത്. ഇവർക്ക് നാണവും മാനവും ഉളുപ്പെന്ന് പറയുന്ന സാധനമില്ലേ? ഓക്കെ, നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് വലിയൊരു പെങ്കോന്തനാണ്, എന്തൊക്കെയോ വൃത്തികേടാണ് ഈ ബൈജു പറയുന്നത്. ഇനി ഞാൻ ബൈജുന് കൊടുക്കുന്ന ഈ ഒരു മറുപടി നിങ്ങൾ ഒന്നൊന്നായിട്ട് കേൾക്കണം. ഓക്കെ, നമ്മുടെ ആലപ്പുഴയിലുള്ള ഒരു ജിഹാദി കാക്കായി ഉണ്ടല്ലോ, എന്താ സുഹാരിയോ എന്താ തേങ്ങയായിട്ട് സുഹറിയോ എന്തൊക്കെ ആയിട്ട് താടിയൊക്കെ വെച്ചിട്ട് വെള്ളിയും മൊല്ലാക്കിയായിട്ട് നടക്കുന്ന ഒരു ഡാഷ്മോൻ. അങ്ങനെ ഡാഷിമോൻ നിന്റെ തന്തയടാ, ഈയടാ വൃത്തികെട്ട നായിയെ, നിനക്ക് മര്യാദയ്ക്ക് മറുപടി കൊടുത്തൂടെടാ? അതായത് അൻസാരി സുഹരി ഉസ്താദ് കൊടുക്കുന്ന മറുപടി നിങ്ങൾ ഓരോരുത്തരും നോക്കിയാൽ മതി. എന്തൊരു നീതിമാനായിട്ടാണ് അൻസാരി സുഹരി ഉസ്താദ് ഈ വൃത്തികെട്ട നായിയോട് പറയുകയാണ്, എടാ
എടാ ഇങ്ങനെ നീ വിഷം കാറല്ലേടാന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടതിനാണ് ഈ നായി ഇങ്ങനെ പറഞ്ഞത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഒരു പിഗ്മോൻ അങ്ങനെ പറയേണ്ടത്. അവര് ഹിന്ദു സ്ത്രീകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ ആ മുക്കാൽ അങ്ങോട്ട് പൊങ്ങിയിട്ട് അവന്റെ വീട്ടിൽ അവന്റെ ഉമ്മയോടും അവന്റെ പെങ്ങളോടും അവന്റെ മകളോടും വരെ കാണിക്കുന്ന വൃത്തികേടുകൾ അവനിങ്ങനെ ഓർമ്മ വരും ഹിന്ദു സ്ത്രീകളെയൊക്കെ കാണുമ്പോൾ. എടാ നായി അതിന് തെളിവുണ്ടോടാ? ഈ വൃത്തികെട്ട നായിക്ക് പറഞ്ഞ നായി പറഞ്ഞത് കേട്ടോ നിങ്ങള്? അതായത് അൻസാരി ഉസ്താദിന് ഹിന്ദു സ്ത്രീകളെ കാണുമ്പോൾ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന്. എടാ അൻസാരി ഉസ്താദ് നിന്നോട് ചോദ്യം ചെയ്യുമ്പോ നിനക്കതിനുള്ള ഉത്തരമില്ലെങ്കിൽ ഇങ്ങനെയാണോ വൃത്തികെട്ട നായിയെ മറുപടി കൊടുക്കേണ്ടത്? ബാക്കിയും കൂടി കേട്ട് നോക്കാം. അത്തരത്തിൽ ഹിന്ദു സ്ത്രീകളെ കാണുമ്പോൾ വായിൽ തോന്നിയത് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് അവന് മറുപടി കൊടുക്കാറുണ്ട്. അത്തരത്തിലുള്ള ആലപ്പുഴയിലെ ആ ഒരു ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന സുഹരി, ലിംഗം കൊണ്ട് ചിന്തിക്കുന്നത് നീയും നിന്റെ തന്തയാണ്. ഇവന്റെ തന്തക്ക് എന്തിനു വിളിക്കുന്നു എന്ന് ഇവനെ ഉണ്ടാക്കിയതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ വൃത്തികെട്ട നായിയെ ഉണ്ടാക്കിയത് കൊണ്ടല്ലേ ഇന്ന് ഇവൻ ഇങ്ങനെയുള്ള പച്ചയായിട്ടുള്ള വർഗീയതയുടെ വിഷം ഈ നായി തുപ്പുന്നത്. ഞാനും നിങ്ങളും ഞങ്ങളെല്ലാവരും ഒന്നാണ്, ഇവിടെ വർഗീയത വേണ്ട എന്ന് നമ്മളിരിക്കുമ്പോൾ ഈ വൃത്തികെട്ടവൻ ഇങ്ങനെ വിഷം തുപ്പുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബാക്കിയും കൂടി കേട്ടു നോക്കാം. സുഹറി, ഈ സുഹറിയുടെ വീഡിയോ ക്ലിപ്പ് ആയിരുന്നു ഒന്ന്. മറ്റൊന്നുമല്ല, മദ്രസ അധ്യാപകന്മാർക്ക് ഞാനടക്കമുള്ള എന്നെ കാണുന്ന നിങ്ങളിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ആര് കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നുണ്ട്, എപ്പോ കൊടുക്കുന്നുണ്ട്? ഈ വൃത്തികെട്ട നായി പറഞ്ഞത് കേട്ടല്ലോ. അതായത് ഇവന്റെ നികുതി കാശിൽ മദ്രസ അധ്യാപകൻ അൻസാരി സുഹരി ഉസ്താദ് ഉൾപ്പെടെയുള്ളവർക്ക് സാലറി കൊടുക്കുന്നത് ഇവന്റെ നികുതി പൈസയിൽ നിന്നാണ് ഈ പന്നി പറയുന്നത്. എടാ നിനക്ക് ബോധമില്ലെന്ന് എനിക്കറിയാം, നീ ഒന്ന് അന്വേഷിക്കണം. അതായത് എല്ലാ പള്ളിയിലും മദ്രസ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്കും ബാങ്ക് കൊടുക്കുന്ന ഉസ്താദന്മാർക്കും ഖത്തീബുമാർക്കും സാലറി കൊടുക്കുന്നത് ഗവൺമെന്റ് അല്ല വൃത്തികെട്ട ജന്തുവേ. അവിടെയുള്ളവർ പിരിച്ചിട്ടാണ് പൈസ കൊടുക്കുന്നത്. ഈ വൃത്തികെട്ടം വിചാരിച്ചത് ആ ഉസ്താദന്മാർക്ക് സാലറി കൊടുക്കുന്നത് ഗവൺമെന്റ് എന്നാണ്. മദ്രസ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് സ്കൂൾ ടീച്ചർ, അതായത് സ്കൂൾ ടീച്ചർക്ക് സാലറി കിട്ടുന്നത് പോലെ അവരുടെ അക്കൗണ്ടിൽ വരുന്നുണ്ട് എന്നാണ് ഈ വൃത്തികെട്ട നായി വിചാരിച്ചത്. എന്നാൽ അതല്ല, അവർ സത്യമെങ്കിലും മനസ്സിലാക്കണം മരപ്പെട്ട. ബാക്കിയും കൂടി കേട്ടു നോക്കാം. അല്ലാതെ ഇവന്മാരുടെ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ് ഈ കേരളം ഇന്ന് അൽ കേരളമായി മാറിയതെന്ന് കൃത്യമായിട്ട് പച്ചയ്ക്ക് പറയുമ്പോൾ അതിൽ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. എടാ ഒരു കാര്യം പറയാം. മദ്രസയിൽ ഇവൻ പറഞ്ഞത് കേട്ടല്ലോ, മദ്രസ പഠനം നിർത്തണമെന്നല്ലേ? പൊന്നു മനുഷ്യന്മാരെ, മദ്രസയിൽ പഠിപ്പിക്കുന്ന 1-ാം ക്ലാസ്സിൽ ആദ്യം അദബൻ എന്ത് മര്യാദ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ അച്ഛന്മാരെയും നമ്മുടെ അമ്മമാരെയും ഉസ്താദന്മാരെയും സ്കൂളിൽ പഠിക്കുന്ന ടീച്ചേഴ്സിനെയും മുതിർന്നവരെയും ജാതി ഭേദമില്ലാതെ നമ്മൾ ബഹുമാനിക്കണമെന്നാണ് ആദ്യ 1-ാം ക്ലാസ്സിൽ 1-ാം പാഠത്തിൽ പഠിപ്പിക്കുന്നത് വൃത്തികെട്ട നായിയെ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. മദ്രസ വിദ്യാഭ്യാസം നിലയ്ക്കട്ടെ, ഇസ്ലാമിക തീവ്രവാദ പ്രചരണം നിർത്തട്ടെ, അന്യമത വിദ്വേഷം നിലയ്ക്കട്ടെ, പഴയകാല സ്നേഹ സൗഹൃദ സാഹോദര്യം പുലരട്ടെ. അതിലധികം ഞാൻ ആലോചിച്ചിട്ട് ഇവന് ആദ്യം കൊടുക്കേണ്ട ഹെഡിങ്, അതല്ലെങ്കിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്ന നല്ല മുസ്ലിങ്ങളെന്ന് മേനി നടിച്ച് നടക്കുന്ന ആളുകൾക്ക് എനിക്ക് വേറെ കൊടുക്കാനില്ല. കാരണം ഇന്ന് ലോകത്തിനാകമാനം ഭീഷണിയായിട്ടുള്ള ഇസ്ലാമിക മദ്രസ വിദ്യാഭ്യാസം. എടാ വൃത്തികെട്ട നായിയെ, മദ്രസയിൽ എന്താടാ ഇത്രയും തീവ്രവാദം പഠിപ്പിക്കുന്നത്? ഈ നായിയെ ഒരു 10 മിനിറ്റ് മദ്രസയിൽ കൊണ്ടുപോയി ഇരുത്തണം. അവിടെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് ഈ നായിക്കൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് കാര്യം അറിയാതെ എന്തൊക്കെയാണ് ഈ വൃത്തികെട്ട നായി പറയുന്നത്. ഓക്കെ, ഇവനുള്ള അടുത്ത മറുപടി കൊടുക്കാം. അതിനു മുമ്പ് പൊന്നു മനുഷ്യന്മാരെ, ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, കാരണം 4 ആളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നതെന്നും ആ പഠിപ്പിക്കുന്ന കിതാബിനുള്ളിലുള്ളത് എന്താണെന്നും ഇന്ന് ഓരോ മലയാളിക്കും അറിയാം. ഞാൻ തന്നെ ഇവരുടെ വിശുദ്ധ ഖുർആൻ എന്ന് വിളിക്കുന്ന ആ പുസ്തകം 3 വേർഷനില് 3 രീതിയിലുള്ളത് എൻ്റെ അടുത്തുണ്ട്. എടാ നായിയെ, ഈ നായി പറയുന്നത് കേട്ടല്ലോ. അതായത് ഖുർആന് 3 വേഴ്സനിൽ മലയാളത്തിന്റെ ഒരു പുസ്തകമായിട്ട് ഇവൻ എടുത്തു എന്നാണ്. എൻ്റെ പൊന്നുമോനെ എന്നല്ല, എടാ നായിയെ, അങ്ങാടിയിൽ പോയാൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പുസ്തകങ്ങൾ വിൽക്കുന്നുണ്ട്. നീ എടുത്തത് ഏതാണ്? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. കിതാബ് ഞാനും വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് മദ്രസ വിദ്യാഭ്യാസം നിലയ്ക്കട്ടെ, ഇസ്ലാമിക തീവ്രവാദ പ്രചരണം നിർത്തട്ടെ, അന്യമത വിദ്വേഷം നിലയ്ക്കട്ടെ. എടാ നായിയെ, ഈ നായി വിചാരിച്ചത് മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഹിന്ദുവിനെ കാണുമ്പോൾ തല്ലണം, ക്രിസ്ത്യാനിയെ കാണുമ്പോൾ തല്ലണം, കൊല്ലണം, അങ്ങനെയുള്ള കാര്യം മദ്രസയിൽ പഠിപ്പിക്കുന്നു എന്നാണ് ഈ വൃത്തികെട്ട നായി വിചാരിച്ചത്. എടാ നായിയെ, മദ്രസയിൽ പഠിപ്പിക്കുന്നത് അന്യമതസ്ഥരെ ബഹുമാനിക്കണമെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നായിയെ. നീ വിചാരിക്കുന്ന പോലെയല്ല വൃത്തികെട്ടവനെ. ബാക്കിയും കൂടി കേട്ട് നോക്കാം.
സംഘി എന്നും പറഞ്ഞ് ഏതൊരു വിശ്വാസി ഹിന്ദുവിനെയും ആക്ഷേപിക്കുന്നതും പുച്ഛിക്കുന്നതും നിർത്താനും ഇസ്ലാമിക തീവ്രവാദത്തിന് എതിരെ പച്ചയ്ക്ക് നല്ല മുസ്ലിങ്ങൾ രംഗത്ത് വരണം. നല്ല മുസ്ലിങ്ങളാണോ നിങ്ങളെങ്കിൽ എന്തേ നിങ്ങൾ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ വരാത്തത്? ഇസ്ലാമിൽ എന്ത് തീവ്രവാദം ബൈജോ ഉള്ളത്? നീ തെളിയിച്ചു താ. ഇസ്ലാമിൽ എന്ത് തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത്? തീവ്രവാദികൾ എന്ന് പറയുന്നത് പൊന്നു മനുഷ്യന്മാരെ, അതായത് എല്ലാ മതത്തിലും തീവ്രവാദികളുണ്ട്. അതായത് ഇപ്പൊ എന്നെ വന്ന് കൊല്ലുന്നത്, ഒരു കാരണമില്ലാതെ കൊല്ലുന്നത്, അല്ലെങ്കിൽ അമ്പലത്തിൽ കല്ലെറിയുക, പള്ളിയിൽ കല്ലെറിയുക, ഇങ്ങനെയുള്ള അവരെയാണ് തീവ്രവാദി വിളിക്കുന്നത്. നേരെ മറിച്ചിട്ട് മദ്രസയിൽ പഠിക്കുന്ന പിള്ളേർക്ക് എന്ത് തീവ്രമാണുള്ളത്? ഇവനെ കെട്ടിയിട്ട് തല്ലണമെന്ന് അവിടെയുള്ള നാട്ടുകാരോട് ഞാൻ പറയാം. ഓക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. എന്തുകൊണ്ടാണ് സംഘി എന്നും പറഞ്ഞ് ഈ നാട്ടിലുള്ള ഹിന്ദുക്കളെയൊക്കെ ചാപ്പ കുത്തിക്കൊണ്ട് എന്ത് ധർമ്മം പറഞ്ഞാലും സത്യം പറഞ്ഞാലും അതല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദികൾക്കെതിരെ തുറന്ന യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ അവരെ സംഘി ചാപ്പകുത്തി, ചാണക ചാപ്പകുത്തി എന്തിനാണ് നിങ്ങൾ പുച്ഛിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിൽ അവരെ വേദനിപ്പിക്കുന്നത്, ആക്ഷേപിക്കുന്നത്? അത് നിർത്താൻ ഇവിടുത്തെ നല്ല മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മേനിൽ പറഞ്ഞു നടിച്ചു നടക്കുന്ന ആളുകൾ തയ്യാറുണ്ടോ? എടാ ബൈജുവേ, നിന്നോടൊരു കാര്യം പറയാം. നിന്റെ ഈ വീഡിയോ, നിന്റെ ഈ ലിങ്ക് എനിക്ക് അയച്ചുന്നത് എൻ്റെ ബാബു എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ് ബൈജുവേ. അതായത് അവര് നല്ലവരായ ഹൈന്ദവരാണ്, നല്ലവരായ. നിന്നെപ്പോലുള്ള ഹിന്ദുക്കള് ഈ കേരളത്തിലുള്ളത് ഏകദേശം 1% മാത്രമാണ്. ശശികലയെ പോലുള്ള, നിന്നെപ്പോലെയുള്ള, അതായത് എല്ലാ നല്ലവരായ ഹൈന്ദവരും വിചാരിക്കുന്നത് ഞങ്ങളെല്ലാവരും ഒന്നാണ്, സഹോദരങ്ങളാണ്, 10-60 വയസ്സാൽ ഞങ്ങൾ മരിച്ചു പോകുന്നു. എടാ ബൈജുവേ, നീ 100 വർഷം ഇവിടെ ജീവിക്കാൻ വന്നതാണോ ബൈജുവേ? നീയും 10-60-70 വയസ്സാകുമ്പോൾ നീയും ചത്തുപോവില്ലേ ബൈജുവേ? പിന്നെ എന്തിനാണ് ബൈജുവേ ഇങ്ങനെ വർഗീയതയുടെ വിഷം നീ തുപ്പുന്നത്? നായിയെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എങ്കിൽ എന്റെ സുഹൃത്തെ, ഞാനും നിങ്ങൾ പറയുന്ന രീതിയിൽ മാറാൻ തയ്യാറാണ്. ഞാൻ ഇന്നും ആ പഴയ ബൈജു തന്നെയാണ്. പക്ഷേ എന്നിൽ വന്ന മാറ്റം എന്തുകൊണ്ട് എന്നുള്ളത് താങ്കളുടെ അവസാനത്തെ വരിയിലുണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞു നിന്റെ ഒന്നുകൊണ്ടും പറയുന്നതല്ല, നിന്റെ മക്കൾ വളർന്നു വരുന്നില്ലേ എന്നുള്ളത്. എടാ നിന്റെ മത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിന്റെ ഈ വീഡിയോ നിന്റെ മക്കൾ കണ്ടിട്ട് നിന്റെ മുഖത്തേക്ക് തുപ്പും. നീ എഴുതി വെച്ചോ. അതായത് നിലവിൽ നിന്റെ മക്കൾ നിന്റെ ഒപ്പം ഉള്ളതെങ്കിലും അവർക്കൊരു 10-14 വയസ്സോ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് വിവരം വരുമ്പോ അവർ നിന്നെ പുച്ഛിക്കും, നിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. നീ എഴുതി വെച്ചോ. കാരണം നിലവിലെ കുട്ടികൾ, അതായത് അവർ വിദ്യാഭ്യാസം നീ പഠിപ്പിച്ചാൽ, നീ സ്കൂൾ പഠിപ്പിച്ചാൽ ഒരു 10ാം ക്ലാസ് വരെ ആ കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ മോനെ, നിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പും. നിന്നെ അച്ഛനെന്ന് നിന്റെ മക്കൾ വിളിക്കത്തില്ല. എഴുതി വെച്ച ബൈജപ്പ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്റെ മക്കളും ഇനി വരാനിരിക്കുന്ന തലമുറകളും ഇവിടെ ഒരു സ്വാഭിമാനി ഹിന്ദു, അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവാടാ, അതേടാ ഞാൻ ഹിന്ദുവാടാ എന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള അവകാശം അത് നേടിക്കൊടുക്കാൻ ഇന്നും ഞാൻ ഇറങ്ങിയില്ല എങ്കിൽ എന്റെ സുഹൃത്തെ, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇത്തരത്തിൽ മാറാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയത്. എടാ ഞാനൊരു ഹിന്ദുവാണ്, അല്ലെങ്കിൽ ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു ക്രിസ്ത്യാനാണ്, അങ്ങനെ വിളിച്ചു പറയേണ്ട എന്താവശ്യമാണ് ബൈജുവേ ഉള്ളത്? ഈ ബൈജു വിചാരിച്ചത് എല്ലാ നല്ലവരായ ഹിന്ദുക്കളും ഇങ്ങനെ പബ്ലിക്കിൽ ഇറങ്ങി ഞാൻ ഹിന്ദുവാണ്, ഇവിടെ മുസൽമാൻ വരരുത് എന്ന് പറഞ്ഞ് ഓരോ മുസൽമാനിനെ കാണുമ്പോൾ തമ്മിൽ തല്ലിക്കൊല്ലണമെന്നാണ് ഈ നായ്ക്ക് പറഞ്ഞ നായി വിചാരിച്ചത്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഇവനെ വെറുതെ വിടരുത്. ഇവനെ പറ്റുന്നുണ്ടെങ്കിൽ കെട്ടിയിട്ട് തല്ലണം. ഓക്കെ, ഇവൻ എന്തിനിങ്ങനെ പറഞ്ഞു? അൻസാരി സുഹരി ഉസ്താദ് ഇവനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞത്? അൻസാരി സുഹരി ഉസ്താദ് ഇവനെ കുറിച്ച് പറഞ്ഞ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കുറച്ച് കഴിഞ്ഞ് വെച്ച് തരാം. ഇപ്പോൾ ഇവൻ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്നും എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയായിക്കൊണ്ട് ഇവിടുത്തെ ഹിന്ദുവിനെ മാറ്റിയിട്ടുള്ള ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ജിഹാദികളും ഇവിടുത്തെ ഭീകരവാദികളും ഇവിടെ നല്ല മുസ്ലിങ്ങളെന്ന് മേനി പറഞ്ഞ് നടക്കുന്ന എല്ലാവരും ആ വിഭാഗത്തിൽ പെടുമ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ, ഹിന്ദുവിന് വേണ്ടി പ്രവർത്തിക്കാൻ, ഹിന്ദുവിന്റെ മനോമുകുരങ്ങളിലേക്ക്, ഹിന്ദുവെ നീ ഇനിയും എവിടേക്കാണ് പോകുന്നത്? കാശ്മീർ പണ്ഡിറ്റായിക്കൊണ്ടിരിക്കുന്ന കാശ്മീർ പണ്ഡിറ്റുകൾ 1990കളിൽ ഓടിയ ഓട്ടം ഓടാൻ നിനക്ക് ഇനി വലിയ സമയമൊന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ആളുകൾ വേണ്ടേ പൊന്നു സുഹൃത്തെ? അതായത് ഈ വൃത്തികെട്ട നായി പറയുന്നത് കേട്ടോ, നല്ലവരായ ഹിന്ദു സഹോദരങ്ങളെ ഇവൻ വഴിതെറ്റിക്കുകയാണ് എന്തൊക്കെയോ പറഞ്ഞിട്ട്. എടാ ബൈജപ്പ, നിലവിലുള്ള ഒരു ഹിന്ദു മോനെയും നിന്നെ പോലെ ആക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് വിദ്യാഭ്യാസമുണ്ട്. വിദ്യാഭ്യാസമുള്ള മലയാളികൾ ഒരിക്കലും നിന്നെ പോലെ ചിന്തിക്കില്ല ബൈജപ്പ.
അവരൊക്കെ ഞങ്ങളെല്ലാവരും ഒന്നാണ്, ഞങ്ങളെല്ലാവരും ഒരു ചോരയാണ്, ഞങ്ങൾ ചിലപ്പോൾ പള്ളിയിൽ നിന്ന് പോയി ഭക്ഷിക്കും, അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് പോയി ഭക്ഷിക്കും, അല്ലെങ്കിൽ ചർച്ചിൽ നിന്ന് പോയി ഭക്ഷിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ നല്ലവരായ ഹിന്ദുക്കളും മുസൽമാനുകളും അങ്ങനെ തന്നെയാണ് ബൈജപ്പ. നിന്നെപ്പോലെ ഹിന്ദു 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 എന്ന് നീ ഒരു സത്യസന്ധനായിട്ടുള്ള ഹിന്ദു അല്ല ബൈജപ്പ. നീ ആ നല്ലൊരു ഹിന്ദുവിനെ നശിപ്പിക്കാൻ വന്നവനാണ് ബൈജപ്പ. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ വേഷം, ഞാൻ ഈ അഭിനയം, അതല്ലെങ്കിൽ എടാ എന്താ അവസാനം പറഞ്ഞ അഭിനയം എന്നാ? എടാ, നീ പൈസക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിന്റെ അന്ത്യമാണ്. അതായത് ഇവന്, ഈ ബൈജപ്പന്, ഫാസൽ കരാട്ട് എന്ന നായി, ആരിഫ് ഹുസൈൻ എന്ന വൃത്തികെട്ടവന്, അതായത് അവർ രണ്ടുപേര് മുസ്ലിം നാമം വെച്ചിട്ടാണ്. അതായത് ഇപ്പൊ എൻ്റെ പേര് മുസ്ലിം, ഞാൻ അൽത്താഫാണ്, എൻ്റെ പേര് മുസ്ലിമാണ്. അപ്പോൾ ഞാൻ നാളെ അൻസാരി ദുഹുരി ഉസ്താദ് കള്ളനാണ്, അൻസാരി ദുഹുരി ഉസ്താദ് അങ്ങനെയുള്ളവനാണ് ഇങ്ങനെയുള്ളവനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്താൽ എനിക്ക് നല്ല വ്യൂസ് കിട്ടും. അതായത് സംഖ്യകളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും. കാരണം ഒരു മുസൽമാനായിട്ടുള്ള ഒരു മുസ്ലിം അൻസാരി ഉസ്താദിനെ തെറി വിളിക്കുമ്പോൾ ആൾക്കാർക്ക്, ഈ സംഖ്യകൾക്ക് നല്ല രസമാണ്. അതുകൊണ്ടാണ് ആ ഫസൽ കരാട്ട് എന്ന വൃത്തികെട്ടവനൊക്കെ രക്ഷപ്പെടുന്നത്. അവന് 4 വ്യൂസ് സംഖ്യകൾ നോക്കുന്നത് അവൻ മുസ്ലിം നാമത്തിൽ ഉസ്താദന്മാർ തെളിവിളിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അവനെയും ഈ ബൈജപ്പനെയൊക്കെ കെട്ടിയിട്ട് തല്ലണമെന്നേ ഞാൻ പറയുകയാണ്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. അപ്പൊ എന്തേ ഹിന്ദുവിന്റെ ആവശ്യങ്ങൾ എന്തുകൊണ്ട് വി ഡി സതീശൻ മറന്നു? സ്വർണം കട്ടത് യാറപ്പ എന്നും ചോദിച്ച് പാട്ടുപാടി വിജയിച്ച വി ഡി സതീശനെ വിജയിപ്പിച്ച സ്വർണം ആ കട്ട കള്ളന്മാരെ കൊണ്ടുവരുമെന്ന് വാക്കുണ്ടല്ലോ, വാഗ്ദാനമുണ്ടല്ലോ, അത് നിറവേറ്റാൻ എന്തേ വി ഡി സതീശ പറ്റാത്തത്? എടാ ബൈജപ്പ ഒരു കാര്യം പറയാം. അത് കോടതിയിലുള്ള കേസാണ്. കേസ് നിലവിലും അന്വേഷിക്കുന്നുണ്ട് ബൈജപ്പ. ശബരിമലയിൽ ആര് സ്വർണം കട്ടു എന്ന്. എടാ ബൈജപ്പ, ആര് കട്ടിട്ടുണ്ടെങ്കിലും അത് ഹിന്ദുക്കൾ തന്നെയാണ്. അതായത് നിന്നെപ്പോലെയുള്ള ഹിന്ദുക്കളാണ്. അതിൻ്റെ അകത്ത് ഒരു കാര്യം പറയാം പൊന്നു മനുഷ്യന്മാരെ, ഞാനിവിടെ വർഗീയതല്ല കൊണ്ടുവരും. ശബരിമലയിലെ അകത്തുള്ളത്, അവിടെ തൊപ്പി വെച്ച മൊയിലാർക്ക് അതിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റുമോ? പള്ളിയിൽ അച്ഛനതിൻ്റെ അകത്തേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹിന്ദുക്കൾ തന്നെയാണ്. അപ്പോൾ ശബരിമലയിലെ സ്വർണം കട്ടത് ഹിന്ദു നാമധാരികളാണ്. ഓക്കെ, ഹിന്ദുക്കൾ എന്നല്ല, ഹിന്ദു നാമധാരികളാണ്. അതിപ്പോൾ എന്തായാലും അന്വേഷിച്ചിട്ട് കൊണ്ടുവരും. അപ്പോൾ പിടിക്കപ്പെടുന്നത് നിന്നെപ്പോലുള്ള കള്ള ഹിന്ദുവിനായിരിക്കും. നല്ലൊരു വിശ്വാസി ഒരിക്കലെങ്കിലും അയ്യപ്പന്റെ സ്വർണം കക്കോ? അപ്പോൾ അതിനെ അന്വേഷിക്കുന്നുണ്ട്. നീ വി ഡി സതീശനെ വെല്ലുവിളിച്ചിട്ട് എന്ത് കാര്യമാണ് ബൈജപ്പ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്തേ BJP MLA-മാരെ നിയമസഭയിൽ നിങ്ങൾക്ക് അത് ചോദിക്കാൻ, അത് പ്രകടിപ്പിക്കാൻ, അതിനുവേണ്ടി സമരം ചെയ്യാൻ, നിയമസഭ പുറത്ത് കുത്തിയിരുന്ന് സമരം ചെയ്യാൻ, നിയമസഭയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്ന് സമരം ചെയ്യാൻ നിങ്ങൾക്ക് എന്തേ? നിങ്ങളുടെ വായിലെന്തേ? അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണോ എന്ന് ആരെങ്കിലും ചോദിക്കണ്ടേ? അങ്ങനെ ഉറക്കെ ചോദിക്കുക തന്നെ വേണം. ഹിന്ദുവിന് വേണ്ടി ശബ്ദിക്കാൻ ഇനിയും നിങ്ങൾ ശബ്ദിക്കാൻ വാതുറന്നില്ല എന്നുണ്ടെങ്കിൽ ആ വായിലേക്ക് ഇനിയും എന്തായിരിക്കും നടക്കുക എന്നുള്ളത് ചിന്തിക്കാൻ, വിഷമിറ്റിച്ചു തരാൻ വേണ്ടി ഇവിടുത്തെ ജിഹാദികൾ മത്സരിക്കുമ്പോൾ ഹേ ഹിന്ദുവേ, നീ വായി തുറന്ന് ശബ്ദിക്കാൻ പഠിക്കുക. എടാ ബൈജപ്പ, അതായത് 3 MLA-മാർ എന്തുകൊണ്ടാണ് സ്വർണം കട്ട കേസിൽ സമരം ചെയ്യുന്നില്ല, ഞങ്ങൾ ഹിന്ദുവാണെന്നൊക്കെ പറയുന്നില്ല എന്നാണ് ഈ പറയുന്ന ബൈജപ്പൻ പറയുന്നത്. ബൈജപ്പ, അതൊരു നിയമസഭയാണ്. നിന്നെപ്പോലെ ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ആട്ടി ഓടിക്കും. അങ്ങനെ ഒരു നിയമമുണ്ട്. ഓക്കെ, ഇവന് ഒരു മണ്ണാങ്കട്ടയും അറിയത്തില്ല. ബാക്കിയും കൂടി കേട്ട് നോക്കാം. സുഡാപ്പികളുണ്ട്, ജിഹാദികളുണ്ട്, മലപ്പുറം വലിയ മതേതരം എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന ആളുകളെ എനിക്കറിയാം ഈ മലപ്പുറം എന്താണെന്ന്. ഇവിടെ ഒരു വ്യവസായമോ അതല്ലെങ്കിൽ ഒരു സ്ഥാപനമോ എന്തെങ്കിലും ചെറിയ ബിസിനസ്സോ നടത്തുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഹേ മുസ്ലിങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് എൻ്റെ അനുഭവം കൊണ്ടറിയാം. അതുകൊണ്ട് എന്നെ ആരും ഈ മലപ്പുറം ജില്ലയുടെ മതേതരത്വം, ഈ മലപ്പുറം ജില്ലയുടെ വലിയ മറ്റേതൊന്നും പഠിപ്പിക്കാൻ വരേണ്ട എന്ന്. എടാ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പൊന്നു മനുഷ്യന്മാരെ, നിങ്ങളൊന്ന് മലപ്പുറത്തേക്ക് പോയി നോക്ക്. അവിടെയുള്ള ആ ഹൈന്ദവരോട് ചോദിക്കുക എങ്ങനെയാണ് അവിടുത്തെ നാട്ടുകാർ എന്ന്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, നല്ല സ്നേഹമുള്ളവരാണ് മലപ്പുറക്കാർ. ഞാനിത് തള്ളുന്നതല്ല. 80% മുസ്ലിമീങ്ങളും 20%, 18% ഹിന്ദുക്കളും ബാക്കി ക്രിസ്ത്യാനികളുമാണ് മലപ്പുറത്തുള്ളത്. എന്നാൽ അവിടെയുള്ള ഹിന്ദുക്കളും മുസൽമാനും അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. അവർക്കൊന്നുമില്ല. ഈ നായി വെറുതെയാണ് ഇങ്ങനെ പറയുന്നത്. ഈ മഹാസത്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇനിയോ, ഇവിടെ എല്ലാത്തിനും ഞങ്ങൾ മതി എന്നും പറഞ്ഞും പറയാതെയും പഴയ അടിമ ഉടമ കാലത്തേക്ക് ഉടമകളായി മുസ്ലിങ്ങൾ മാറി വരുന്നതും ആരും അറിയുന്നില്ല എന്ന് നിങ്ങൾ ധരിക്കേണ്ട. ഇവിടെ നിങ്ങൾ വന്നു നോക്കൂ, മലപ്പുറം ജില്ലയിൽ എത്ര സ്ഥാപനങ്ങളുണ്ട് ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും. അതൊക്കെ അവരുടെ മിടുക്കുകേട് എന്നായിരിക്കും നിങ്ങൾ പറയുക. എന്നാൽ അതല്ലെന്നേ. ഇവിടെ കോടിക്കണക്കിന് രൂപ ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെന്ന് തിരിച്ചറിയാൻ പോലും
പറ്റാതെ പാകിസ്ഥാനിൽ നിന്ന് കോടി രൂപകൾ ഇന്ത്യയിലേക്ക് അടിച്ചിറക്കി കോൺഗ്രസ് ഭരിച്ചിരുന്ന ആ കാലത്ത്. അങ്ങനെ അടിച്ചിറക്കിയ ആ ജിഹാദി ഫണ്ട് കൊണ്ട് ഈ നാട്ടിലുള്ള മുക്കിലും മൂലയിലും അതല്ലെങ്കിൽ റോഡ് സൗകര്യമുള്ള എല്ലായിടത്തും വികസനത്തിന്റെ ആ മുഖമുള്ള എല്ലായിടത്തും ഭൂമി തോന്നിയ വിലയ്ക്ക് പറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൂട്ടി ഇവിടുത്തെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഭൂമി തട്ടിയെടുത്ത് ഇസ്ലാമിക ജിഹാദികൾ സാമ്രാജ്യം പടുത്തുയർത്തിയപ്പോൾ ഇവിടുത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയായി. പിന്നെ ഇത് കേരളമാണ് മോൻ. ഇവിടെ മുസ്ലിമിന് ആപത്ത് വന്നാലും ഹിന്ദുവിന് ആപത്ത് വന്നാലും ക്രിസ്ത്യാനിന് ആപത്ത് വന്നാലും ഇവിടെ ചോദിക്കുക തന്നെ ചെയ്യും. നീ വിഷം കാറല്ല ബൈജപ്പ.